യവന്റെ പേരാണ് സജ്ജു. 30 വയസ്സാണ്. അതായത് നമ്മുടെ കടക്കൽ ഇട്ടിവ ചരിപ്പറമ്പ് എന്ന് പറഞ്ഞ ഭാഗത്തുള്ളയാണ് ഇവൻ പുനലൂര് കേന്ദ്രീകരിച്ച് കഞ്ചാവ് കച്ചവടവും മയക്കുമരുന്ന് കച്ചവടവും ആയിരുന്നു. അത് അടിസ്ഥാനമായിട്ട് ഇവൻ നമ്മുടെ പുനലൂര് ചെമ്മന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്ത് ഒരു മൊബൈൽ ഷോപ്പും കൂടി ഇട്ടിട്ടുണ്ട് തെമ്മാടി. കാരണം ഞാൻ പറയാൻ കാരണം വെച്ചാൽ 3-4 ദിവസം മുന്നേ 5 കിലോ കഞ്ചാവുമായി പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയയിൽ പോലും ഇവന്റെ ഫോട്ടോ വിട്ടിട്ടില്ല. അതുപോലെ തന്നെ കേരളത്തിലെ പ്രമുഖ ചാനലായ റിപ്പോർട്ടർ ചാനലിൽ പോലും ഈ പറഞ്ഞ ഇവന്റെ ഫോട്ടോ വന്നിട്ടില്ല. ഇവന്റെ പേരും നാളും മാത്രമേ ഉള്ളായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവിടെ സാധാരണപ്പെട്ട ഒരുത്തരം പിടിച്ചു കഴിഞ്ഞാൽ ഈ അവന്റെ അപ്പനപ്പൂപ്പന്റെ കാലം തൊട്ടുള്ള ഫോട്ടോയും ഡീറ്റെയിലും അവരുടെ അടിവേര് വരെ ചിരണ്ടി എടുത്തുകൊണ്ട് വന്ന് മാധ്യമങ്ങളിൽ വാർത്ത ചെയ്യുന്ന ഒരു കാലമാണ് ഇന്ന്. എന്തുകൊണ്ട് ഇവന് മാത്രം ഇങ്ങനത്തെ ഒരു സഹായം ചെയ്തു കൊടുത്തേക്കുന്ന ഈ ആൾക്കാർ? ഒന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ ഒന്നും ഒരു പരിഗണനയും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവനൊന്നും. ഈ തെമ്മാടികളെ ഇവരൊക്കെ സാമൂഹിക വിരുദ്ധരും തന്നെയാണ്. കാരണം ഇതുപോലുള്ള കഞ്ചാവും മയക്കുമരുന്നുമൊക്കെ ഈ സ്കൂൾ ഏരിയ, അതായത് ഈ ചെമ്മന്തൂർ എന്ന് പറഞ്ഞ അത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ വരുന്നത്, കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്. ഇവനൊക്കെ എത്ര കുഞ്ഞുങ്ങളെയാണ് ഇവനൊക്കെ വഴിതെറ്റിച്ച് വിടുന്നത്. നമ്മുടെ അനിയനും നമ്മുടെ മക്കളും നമ്മുടെ മറ്റുള്ളവരും നമ്മുടെ ബന്ധുക്കളുടെ എല്ലാം ആൾക്കാരെ ഇവനെ പോലുള്ള തെമ്മാടികളാണ് വഴിതെറ്റിച്ച് വിടുന്നത്. 5 കിലോ കഞ്ചാവെന്ന് വെച്ചാൽ ഒന്നുമില്ലയോ, 250, 300, 500, 600 ഗ്രാം അല്ല, 5 കിലോയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ തെമ്മാടി അപ്പം എന്തും വേണ്ടി സെയിൽ ചെയ്യുന്നുണ്ട് അവിടെ. സമാനമായ കേസ് ഇവന് പൂയപ്പള്ളി സ്റ്റേഷനിലും കിടപ്പുണ്ട്, കഞ്ചാവ് കച്ചവടത്തിൽ പിടിച്ചത്. ഇവൻ വളരെ ഒരു മയക്കുമരുന്നിന് അടിമ മാത്രമല്ല, ഇവൻ ആ നാട്ടിലെയും നമ്മുടെ നാട്ടിലെയും മറ്റുള്ള നാട്ടിലെയും വിദ്യാർത്ഥികളെയും കുട്ടികളെയും എല്ലാം വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെമ്മാടിയാണ് അവനാ. അതുപോലെ തന്നെ പുനലൂര് വേർത്തനുണ്ട് ഒരു ഉണ്ണി എന്ന് പറഞ്ഞ ഒരു കറുത്ത ഒരു ബിൽഡിംഗ് പണിക്ക് പോകുന്നത്. അവൻ്റെ FIR-ഉം അവൻ്റെ ഫോട്ടോയും ഞാൻ എടുത്തിട്ട് ഞാൻ അയച്ചു തരാം. അതുപോലെ അവൻ്റെയൊക്കെ കൂട്ടാനുള്ള 10 അടിയിലും ഉണ്ട്. ഇവന്മാരുടെ എല്ലാം ഫോട്ടോ വെച്ച് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ കുട്ടികളെ, നിങ്ങളുടെ അയ്യന്മാരെ, സുഹൃത്തുക്കളെ ഒന്നും ഇവൻ്റെ ഒന്നും കൂടെ പറഞ്ഞു വിടരുത്. കാരണം അവരൊന്നും അറിയാതെ പോലും ആയിരിക്കും പെട്ടുപോകുന്നത്. ഇവനൊക്കെ എപ്പോഴും അവൻ്റെ കിടിപ്പി കഞ്ചാവായിരിക്കും ഇരിക്കുന്നത്. ഒരു കാരണവശാലും ഇവൻ്റെയൊക്കെ മുന്നിൽ പോയി ചാടരുത്. നമ്മുടെ കുട്ടികൾ പോലും അറിയാതെ കേസിൽ പോയിട്ട് പെട്ടുപോകും. അതുപോലെ തന്നെ ഇവൻ്റെയൊക്കെ കോൺടാക്റ്റുകൾ ഇവൻ്റെയൊക്കെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ മാതാപിതാക്കൾ ഒഴിവാക്കി തന്നെ വിടണം. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം ഇവൻ ഇത് സമൂഹത്തിൻ്റെ മുന്നിൽ ഇവൻ അറിഞ്ഞിരിക്കണം ഇവൻ ആരാണെന്നും എന്താണെന്നും. കാരണം ഇവൻ്റെ ഫോട്ടോ ഒരു മീഡിയയിലും വന്നിട്ടില്ല. കഴിഞ്ഞ 4-5 ദിവസമായിട്ടുള്ള ഈ ഒരു പ്രശ്നം നടന്നിട്ട്. അത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്താണിത്. എത്രയോ വിദ്യാർത്ഥികൾ വരുന്നതാണ്. ഇവൻ്റെയൊക്കെ ഇടനില നിൽക്കുന്നവനെ, ഇവനൊക്കെ എത്തിച്ചു കൊടുക്കുന്നവനെ ഇതെല്ലാം ചിരണ്ടി പറക്കി അന്വേഷിച്ച് കണ്ടെത്തണം. ഈ സാമൂഹിക വിരുദ്ധരെ നമ്മുടെ ലോകം മലയാളിക്ക് കണ്ടിരിക്കണം ഇവൻ്റെ ഫോട്ടോ. കാരണം ഒരു പരിഗണനയും അവർ കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണക്കാർക്ക് കിട്ടാത്ത ഒരു പരിഗണനയും ഇതുപോലുള്ള ചെറ്റകൾക്ക് കിട്ടേണ്ട ഒരു ആവശ്യവുമില്ല. മാക്സിമം ചങ്കൂറ്റമുള്ളവന്മാർ ഇത് ഷെയർ ചെയ്യും. അങ്ങനെ വേണ്ടത്. ഇതുപോലുള്ള നാറികളൊക്കെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കണം. നാളെ ഇവനൊക്കെ ഇറങ്ങിയിട്ട് പൊടിയും തട്ടി ഇതുപോലെ പല വീട്ടുകളിലും ചെന്ന് കയറും, തെമ്മാർത്തരം കാണിക്കാനും ഇതുപോലെ കുട്ടികളെ വഴിതെറ്റിക്കാനും. അന്നേരം ഇവനെയൊക്കെ അറിഞ്ഞിരിക്കണം ഇവനൊക്കെ തെമ്മാടികളാണെന്നും കഞ്ചാവ് കച്ചവടക്കാരനാണെന്നും കഞ്ചാവ് വലിക്കാരനാണെന്നും ഒക്കെ ജനങ്ങൾ അറിഞ്ഞിരിക്കണം, മനുഷ്യർ അറിഞ്ഞിരിക്കണം. അവരുടെ മക്കളെ